തുടർച്ചയായ പാർലമെന്റ് സ്തംഭനത്തിൽ ചർച്ചയ്ക്കായി നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയാണ് സ്പീക്കർ. രാഷ്ട്രപതിയുടെ പ്രസംഗം, ഭരണഘടന നേരിടുന്ന വെല്ലുവിളികൾ എന്നിവയൊക്കെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണെന്ന് സ്പീക്കർ അറിയിച്ചു. നാളെ രാവിലെ 10-ന് ചേരുന്ന ഇന്ത്യ സഖ്യ യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്ത് മറുപടി നൽകും പ്രതിപക്ഷം. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ബൽറാം, ഈ തുടർച്ചയായ സഭാ സ്തംഭനത്തിൽ പ്രതിപക്ഷ നിരയിലും വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ഇന്ന് ഇന്ത്യ സഖ്യ യോഗത്തിൽ തൃണമൂൽ കോൺഗ്രസ് പങ്കെടുത്തില്ല. അദാനി വിഷയത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട, മറ്റു വിഷയങ്ങളും സഭയിൽ കൊണ്ടുവരണമെന്നൊക്കെ പ്രതിപക്ഷ നിരയിലും അഭിപ്രായം ഉയരുന്നുണ്ട്. എന്തായിരിക്കും ഈ സ്പീക്കറുടെ നിർദ്ദേശത്തോടുള്ള കോൺഗ്രസിൻ്റെയും മറ്റു പാർട്ടികളുടെയും ഒക്കെ സമീപനം? വിജയകുമാർ, ഇന്ത്യ സഖ്യത്തിലും കോൺഗ്രസിനുള്ളിലും ഈ സഭാസ്തംഭനത്തിൽ ഭിന്നാഭിപ്രായം ഉണ്ട്. ശൂന്യവേളയും ഒപ്പം തന്നെ ചോദ്യോത്തരവേളയും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വയനാട് അടക്കമുള്ള വിഷയങ്ങൾ മുന്നോട്ട് വെക്കണമെന്നും സർക്കാരിനെ പ്രതിരോധത്തിലാക്കണമെന്നുമുള്ള അഭിപ്രായം ചില അംഗങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് രാഷ്ട്രപതിയുടെ ഭരണഘടനാ ദിനത്തിലെ പ്രസംഗത്തിൽ വിമർശനാത്മകമായ ചില അഭിപ്രായങ്ങൾ പ്രതിപക്ഷത്തിനുണ്ട്. അത് ചർച്ച ചെയ്യണം, ഭരണഘടന നേരിടുന്ന വെല്ലുവിളികൾ ചർച്ച ചെയ്യണമെന്ന ആവശ്യവും പ്രതിപക്ഷം മുന്നോട്ട് വച്ചിരുന്നു. ഈ അദാനി വിഷയം ചർച്ച ചെയ്യാൻ തയ്യാറല്ലെന്ന് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നുവെങ്കിലും ഭരണഘടന നേരിടുന്ന വെല്ലുവിളികൾ സംബന്ധിച്ച് ചർച്ച ചെയ്യാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ മാസം 13-നും 14 ദിവസങ്ങളിൽ, വെള്ളി ശനി ദിവസങ്ങളിൽ ചർച്ചയാകാം എന്നാണ് സ്പീക്കർ പ്രതിപക്ഷത്തെ അറിയിച്ചിരിക്കുന്നത്. അതിനു മുമ്പായി രാജ്യസഭയിലും ഈ വിഷയം ചർച്ച ചെയ്യും എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. അതിൻ്റെ തീയതികൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഈ ചർച്ചയിൽ എന്താണ് നിലപാട്, അംഗീകരിക്കാൻ തയ്യാറുണ്ടോ എന്ന് തീരുമാനിക്കുക നാളെ രാവിലെ 10 മണിക്ക് ചേരുന്ന ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗത്തിലായിരിക്കും. നിലവിലെ സാഹചര്യത്തിൽ ഈ ചർച്ചയോട് സഹകരിക്കാൻ തന്നെയായിരിക്കും ഇന്ത്യ സഖ്യത്തിൻ്റെ തീരുമാനമെന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റ് അംഗങ്ങളുടെ കൂടി, ഒപ്പം തന്നെ സഖ്യകക്ഷികളുടെ കൂടി അഭിപ്രായം മാനിച്ചുകൊണ്ട് ഈ അദാനി വിഷയത്തിനൊപ്പം മറ്റ് വിഷയങ്ങൾ കൂടി ചർച്ച ചെയ്യാനുള്ള അവസരം പ്രയോജനപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തും. ഒപ്പം തന്നെ ഈ ഭരണഘടന നേരിടുന്ന വെല്ലുവിളികൾ, സാമ്പത്തിക വിഷയങ്ങൾ ഉൾപ്പെടെ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൽ ഉൾപ്പെട്ടിരുന്നു എന്നതുകൊണ്ട് തന്നെ ഈ സാമ്പത്തികമായ വിഷയത്തിൽ അത് അദാനി വിഷയവും ഉൾപ്പെടുന്നുണ്ട്. രാജ്യത്തിലെ ഒരു പ്രധാന കമ്പനി എന്ന നിലയിൽ അദാനി കമ്പനികൾക്ക് നേരെ വരുന്ന ഈ ആരോപണങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ചർച്ച ചെയ്യാനാണ് പ്രതിപക്ഷത്തിന്റെ. എന്തായാലും നാളെ രാവിലെ 10 മണിക്ക് ഇന്ത്യ സഖ്യത്തിന്റെ യോഗമുണ്ട്. ആ യോഗത്തിൽ ഈ സ്പീക്കർ മുന്നോട്ട് വെച്ച നിർദ്ദേശം അതിൽ അഭിപ്രായം അറിയിക്കും. ചർച്ചയുമായി സഹകരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്നാണ് ഞങ്ങൾ ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്.